ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇവിടെ ഇന്നലെ ഇന്നുമായിട്ട് നല്ല പെരുമഴയാണ് കേട്ടോ. നന്നായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിൽ മഴ പെയ്യുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന, കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിയാലോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഒരു വാപ്പുൻ്റെ സ്റ്റോർ വന്നിട്ട് ഒരു പെട്ടിക്കട ഉണ്ട് കേട്ടോ കടയിൽ. അപ്പം മക്കൾസിനെ കൂട്ടിയിട്ട് കടയിലേക്ക് പോകണം കേട്ടോ. അവർക്ക് മിഠായി മേടിക്കണം, പിന്നെ ഒരു പപ്പട പാക്കറ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് അപ്പുറത്തും ഇപ്പുറത്തെ വീട്ടിലൊക്കെ നല്ല പുളിങ്ങ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് 2 പുളിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിപ്പുളിങ്ങ എന്നറിയാം കേട്ടോ. നല്ലോണം പകത്തിട്ടില്ല എന്ന് ഏകദേശം പഴക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ പുളിങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനത്തെ പുളിങ്ങൊക്കെ ഇഷ്ടമുള്ളവർ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ നമ്മളെ കൂടെ നമ്മൾ ആയിഷമോളുണ്ട് കേട്ടോ. അവൾക്ക് പനിയാണ്. അപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല. വോയിസ് കൊടുക്കുന്ന ടൈമിൽ ഭയങ്കര ചിരിയാട്ടോ ചിരിക്കുന്ന മക്കളെ. നിങ്ങൾ കാര്യമാക്കണ്ട, എന്നെ ചിരിപ്പിച്ച് കൊല്ലുന്നുള്ളത്. അപ്പോൾ നമ്മളെ നിയമങ്ങളും ഇതാ കടയിൽ പോയിട്ട് ഇതാ 2 ലേസും പിന്നെ പപ്പടം പാക്കറ്റൊക്കെ മേടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കാൻ വെച്ച് നിങ്ങൾക്ക് പുളിങ്ങ കിട്ടിയോ എന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ പുളിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ പുളിങ്ങൊക്കെ ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീട്ട് അപ്പുറത്തെ വീടൊക്കെ അല്ലേ, നമ്മളറിയുന്നവരാണ് കേട്ടോ. നമ്മളറിയുന്ന താത്തമാരും ചേട്ടന്മാരൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ എൻ്റെ വർത്താനം വിശേഷമൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പപ്പടമൊക്കെ കാച്ചി പിന്നെ നമ്മളിതാ ഇന്ന് കിട്ടിയിരിക്കുന്ന മീൻ അയിലക്കണ്ണനായിരുന്നു കേട്ടോ. അയിലക്കണ്ണൻ വറുത്തിട്ടുണ്ട്, അയിലക്കണ്ണൻ പിന്നെ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും നമ്മൾ മക്കൾസ് കഴിക്കില്ല, നമുക്കും അത്ര കണ്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ചോറൊക്കെ വിളമ്പി വെച്ചിട്ട് മക്കൾസിന് ചോറ് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ തൊട്ടടുത്ത് നമ്മളെ ചേച്ചീൻ്റെ വീടില്ലേ, അമ്മ ചേച്ചീൻ്റെ, അപ്പോൾ അവിടേക്ക് ഓടിയിട്ടോ. അവിടെ പോയിട്ട് ഞാൻ എൻ്റെ പാത്രം എടുത്തിട്ട് ഓടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ കറി ചോദിച്ചപ്പോൾ കുമ്പളങ്ങ കറിയാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ കുറച്ച് കുമ്പളങ്ങ കറിയും പിന്നെ നമ്മളിതാ കുറച്ച് ഉണ്ണിത്തണ്ടും മുതിരൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റുള്ള അടിപൊളി ഒരു ഉപ്പേരിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് പള്ളം നിറച്ചിട്ട് ഞാനും ചോറ് നിന്ന് എൻ്റെ ഉമ്മച്ചും നിന്ന് പിന്നെ നമ്മളെ മക്കൾസും പിന്നെ വേണ്ടാന്ന് പറഞ്ഞവരൊക്കെ ചോറൊക്കെ തിന്നിട്ട്. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ ഇങ്ങനെ ചോറൊക്കെ തിന്നുന്ന ടൈമിൽ കറിയൊന്നും ഇല്ലെങ്കിൽ അപ്പുറത്ത് ഓടുന്നവരൊക്കെ ഉണ്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഓടലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നോട് പറയും ഇങ്ങോട്ട് പോരെ, ഇവിടെ കറിയുണ്ട് അല്ലെങ്കിൽ ഉപ്പേരിയുണ്ട്, അങ്ങോട്ട് വായു എന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടുകാരൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ള വീട്ടിലൊക്കെ പോയിട്ട് മേടിച്ചിട്ട് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കഴിച്ചു. പിന്നെ നമുക്കിതാ താത്തൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറച്ച് ജ്യൂസ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മളൊരു ഗ്ലാസ് എടുത്ത് കുടിച്ചു കേട്ടോ. അനാറും ജ്യൂസ് അടിച്ച് കുടിച്ചു. പിന്നെ കുറച്ച് പൊരിയും പിന്നെ ജിലേബിയൊക്കെ അല്ലേ, നമ്മൾ അയ്യപ്പൻ വിളക്കൊക്കെ ആയപ്പോൾ നമ്മളെ ആങ്ങളാർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്നിട്ട് കഴിക്കുകയാണ് നമ്മളെ നിയമോളും കേട്ടോ. മറ്റുള്ളവരൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മളൊപ്പിച്ച് ഇത് ഒരു മിഠായി കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്നാലെന്നല്ല എല്ലാവർക്കും ഇടക്കിടക്ക് മിഠായിയൊക്കെ പോയി കൊണ്ടു കൊടുക്കും കേട്ടോ. എനിക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആയിഷമോൾ അറിയണേ എനിക്ക് മിഠായി കിട്ടിയില്ലല്ലേ, പെണ്ണിനെ വോയിസ് കൊടുക്കാൻ അയക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മളെ കൊച്ചൂസിൻ്റെ പാട്ട് കേട്ടിട്ടേ ചിലർ നല്ല കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ആരോ ഒരു ബാഡ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പോടി അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. ഇതുവരെ അങ്ങനെ നല്ല കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ബാഡ് കമൻറ്റ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അപ്പോൾ പിന്നെ നമുക്കിന്നിതാ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് ഞങ്ങൾ കണ്ണെന്നിട്ടാ പറയുക. ചിലർ ഇതിനെ പരയൽ മീൻ എന്ന് പറയും കേട്ടോ. ഞങ്ങൾ പരയൽ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലപ്പുറത്ത് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ മീൻ കേട്ടോ പരയൽ എന്ന് പറയുക. അപ്പോൾ കണ്ണമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണമീൻ പറയുന്നത് കായലിന് പിടിച്ചു കൊടുന്ന കേട്ടോ, താത്താൻ്റെ മോന് കൊടുന്നതാണേ. അപ്പോൾ ഇത് നമ്മളെ ഒപ്പച്ചിക്ക് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞങ്ങളങ്ങനെ പെട്ടെന്ന് അങ്ങനെ കഴിക്കാറൊന്നുമില്ല, ചിലപ്പോൾ കഴിക്കും ചിലപ്പം കഴിക്കില്ല കേട്ടോ. അപ്പോൾ അത് ഉമ്മച്ചിയാണ് കേട്ടോ വെണ്ണൂറൊക്കെ ഇട്ട് മുറിച്ചെടുത്തത്. ആ കട്ട് ചെയ്യുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. വെണ്ണൂറിലൊക്കെ കണ്ട് കുളിപ്പിച്ചിട്ട് എടുത്തിട്ടാണ് തേച്ച് മിനുക്കി അങ്ങനെ കഴുകി റെഡിയാക്കി അങ്ങനെയാണ് കേട്ടോ ഈ മീനൊക്കെ മുറിച്ചെടുത്തിരുന്നത്. പിന്നെ അതിൻ്റെ തൊലി ഞങ്ങൾ കളയാറില്ല കേട്ടോ. തൊലിയുമാണ് ഇതിൻ്റെ എല്ലാ കാൽസ്യം വിറ്റാമിനൊക്കെ അടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് നല്ലോണം മസാല വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറോളൊക്കെ നമ്മൾ ചിക്കനൊക്കെ മസാല കൂട്ടി വെക്കില്ലേ, അതുപോലെ തന്നെ അങ്ങനെ വെച്ചിട്ട് രാത്രിയാണ് കേട്ടോ അത് പൊരിക്കണത്. അങ്ങനെ അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഞങ്ങൾ പെണ്ണുങ്ങൾക്കൊന്നും ഇങ്ങനത്തെ മീനൊന്നും പറ്റില്ല കേട്ടോ. ചിലരൊക്കെ കഴിക്കും, ചിലരൊന്നും കഴിക്കില്ല. അങ്ങനെ നമുക്കിതിൽ കുറച്ച് വെളുത്തുള്ളിയൊക്കെ തോന്നിട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഉമ്മച്ചിയാണ് കേട്ടോ അത് മീനൊക്കെ കഴിക്കുന്നത്. അങ്ങനെ ഉമ്മച്ചിക്ക് ഇങ്ങനെ കൈ കൊണ്ട് മസാല പിടിക്കുന്ന ഇഷ്ടം. ഉമ്മച്ചിൻ്റെ കൈ മുറിയുണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇതിട്ടിട്ട് ഇങ്ങനെ മസാല തേച്ച് പിടിപ്പിക്കുകയാണ്.
അങ്ങനെ നമ്മളിത് അതിലേക്ക് വീണ്ടും ചെറുനാരങ്ങൻ്റെ നീര് ഇപ്പോൾ പറഞ്ഞ് കുറേ ഒഴിച്ചു കൊടുത്താണ്, എന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും ഒരു മുറി ചെറുനാരങ്ങൻ്റെ നീരൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ? മഴ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ വൈകിട്ട് നമ്മളിതങ്ങനെ നമ്മളെ ഇടവഴിയിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ആദ്യം ഇവിടെ ഒരു ഇടവഴി നിന്ന് അപ്പുറം ഇപ്പുറം ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് കേട്ടോ. ഇപ്പോൾ അതൊരു വണ്ടിയൊന്നും വരില്ല, ബൈക്കൊക്കെ വരും കേട്ടോ. അങ്ങനെ ആക്കി തീർത്തിട്ടുണ്ട്. അങ്ങനെ അതാ നമ്മൾ ആയിക്കൂടെ കുറച്ച് നേരമൊക്കെ നടന്നു. പിന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസമായിട്ട് ചെറുതായിട്ടുള്ള മഴ അങ്ങനെ ചാറിയുണ്ടായിരുന്നു. ഇന്ന് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അസർസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിതാ കട്ടൻ ചായയും പിന്നെ നല്ല പൊരിയൊക്കെ കൂടി കഴിച്ചു. അപ്പോൾ നമ്മൾ മക്കൾസൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ ആണ്. സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചാടിയൊക്കെ കഴിഞ്ഞിട്ട് ചോറിന ടൈമിലാട്ടോ നമ്മൾ മീനൊക്കെ വറുക്കെടുത്തിക്കുന്നത്. എല്ലാവരും അങ്ങനെ കേട്ടോ, ചൂട് കൊടുക്കണേ മീൻ വറുത്ത് കഴിക്കണതാണ് ഇഷ്ടം. അപ്പോൾ നമ്മളെ കണ്ണമീൻ ഇതാ വറുത്തിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ചോറിൻ്റെ കൂടെ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട്, അതുകൊണ്ട് ഞങ്ങളാരും കഴിക്കില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും ഉപ്പിച്ചും ഞങ്ങളാരും കുട്ടികളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്, സൂപ്പറാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഈ മീൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്താൽ, ലൈക്ക് ചെയ്താൽ, കമൻറ്റ് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ട് പുതുതായി കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ. ലൈവ് ഇടാനെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. ലൈവ് ഇടാനൊന്നും എനിക്കറിയില്ല. പിന്നെ ഒന്നാമത് പേടിയാണ്, ഒന്നും അറിയാതെ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയ ആളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷയിൽ മാത്രമാണ് കേട്ടോ എന്നും വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.